ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ആദ്യം തന്നെ ഞാൻ പോൺസിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് പോൺസിൻ്റെ ജെല്ല് ടൈപ്പ് മോയ്സ്ചറൈസറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസറാണ് ഞാൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നത്. നല്ല പ്രോഡക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മുടെ സ്കിന്ന് നല്ല മോയ്സ്ചർ ചെയ്ത് വെക്കുന്ന പോലെയും അതേപോലെ തന്നെ നമ്മൾ ഓയിലി സ്കിന്നുകാർക്ക് നല്ല സ്യൂട്ടായിട്ട് പോകുന്ന ഒരു മോയ്സ്ചറൈസറാണ്. പിന്നെ ഞാൻ ലിപ് ബാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൺസ്ക്രീനാണ് ഗൈസ് ഇടുന്നത്. അപ്പോൾ ഈ ഒരു സൺസ്ക്രീൻ്റെ ലോങ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ എന്തായാലും കണ്ടു നോക്കുക. അപ്പോൾ ഇതിൽ ഉപയോഗിച്ച അധിക പ്രോഡക്റ്റിൻ്റെയും ലോങ് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ മമാഎർത്തിൻ്റെ ഈ ഒരു ഹൈഡ്രാ ജെൽ ഇന്ത്യൻ സൺസ്ക്രീനാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ അത് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്യാൻ പോവുകയാണ് ഗായ്സ്. അപ്പോൾ ഈ ഒരു ഐബ്രോസ് ഞാൻ പണ്ടൊന്നും ഫില്ല് ചെയ്യുന്ന ആളായിരുന്നില്ല. പിന്നെ ഞാൻ മറിയൂസിൻ്റെ ഐബ്രോ പെൻസിൽ വെച്ചിട്ടാണ് കേട്ടോ, ഡാസ്ലാൻ്റെ ഈ ഒരു ഐബ്രോ പെൻസിൽ വെച്ചിട്ടാണ് ഞാൻ സാധാരണ ഐബ്രോസ് ഫില്ല് ചെയ്യുന്നത്. ബിക്കോസ് എനിക്ക് നല്ലൊരു കട്ടിയുള്ള വരികയാണ്. അപ്പോൾ എനിക്കത് ഫില്ല് ചെയ്യേണ്ട ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കും അത്ര തന്നെ. പിന്നെ നമ്മൾ വൈറ്റ് ടോൺ ആണ് കേട്ടോ ക്രീമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വൈറ്റ് ടോണിൻ്റെയും ലോങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് നോക്കുക. അപ്പം അടിപൊളിയാണ് ഗായ്സ് ഈ ഒരു വൈറ്റ് ടോണിൻ്റെ ആ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ഇട്ടിട്ട് കിട്ടുന്ന ആ ഒരു പിങ്കിഷ് കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ വൈറ്റ് ടോൺ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അല്ലാണ്ട് നമ്മളങ്ങനെ ക്രീംസ് ഒന്നും യൂസ് ചെയ്യലില്ല, സൺസ്ക്രീന് മാത്രമേ ഇടാറുള്ളൂ. അങ്ങനെ ഇതാ ഞാൻ ഫേസിൽ വൈറ്റ് ടോൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കണ്ണ് എഴുതാൻ പോവുകയാണ്. അപ്പോൾ ഡാസ്ലറിൻ്റെ ഈ ഒരു ഐലൈനർ വെച്ചിട്ടാണ് ഞാൻ പണ്ട് മുതലേ എഴുതാറ്. ഇപ്പോൾ എഴുതുന്നത് ഈ ഒരു ഡാസ്ലറിൻ്റെ ഐലൈനർ വെച്ചിട്ടാണ് കേട്ടോ കണ്ണ് എഴുതാറുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ 2 കണ്ണുകൂടി എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഫോണിൽ നോക്കി എഴുതുമ്പോൾ അത്ര ക്ലാരിറ്റി കിട്ടത്തില്ല, അതുകൊണ്ടാണ് ഞാൻ മിററും എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ കണ്ണൊക്കെ നല്ല വൃത്തിക്ക് എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരുപാട് നാളായി ഞാൻ കണ്ണൊക്കെ എഴുതി കൊടുത്തിട്ട്. ബിക്കോസ് ക്ലാസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ തന്നെ പുറത്തൊന്നും അങ്ങനെ പോകാറില്ല, അതുകൊണ്ട് കണ്ണൊന്നും അങ്ങനെ എഴുതാറില്ല. പിന്നെ ഇതാ നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ലിപ് ബാം തുടക്കുക ഗൈസ്, എന്നിട്ട് ഈ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇത് തന്നെയാണ് കേട്ടോ ബ്ലഷായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അധികം ലിക്വിഡ് ലിപ്സ്റ്റിക്ക് അങ്ങനെ ബ്ലഷായിട്ട് ഇടാറില്ല, കാരണം ഞാൻ ബ്ലഷ് തന്നെയാണ് കേട്ടോ ഇടാറുള്ളത്. അപ്പോൾ ഇന്ന് എന്തോ പൂതിയുണ്ട്, അതുകൊണ്ട് തന്നെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ലാസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനെപ്പോഴും ഈ ഇങ്ങനത്തെ ടാൽക്കം പൗഡർ തന്നെയാണ് ഇട്ട് കൊടുക്കാറുള്ളത്, അല്ലാതെ കോമ്പാക്റ്റും കാര്യങ്ങളൊന്നും ഞാൻ ഇടാറില്ല ഗൈസ്. അപ്പോൾ ഇതാ നമ്മൾ ജസ്റ്റ് ഒന്ന് പൗഡർ വെച്ചൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മളിതാ ഷോളൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക.